സുന്ദരകുട്ടന്മാരെ, കഴിഞ്ഞ ദിവസം എന്തേ പറഞ്ഞു നിർത്തി? നമ്മളുടെ നാരദൻ മുനി എവിടെ എത്തിന്ന് പറഞ്ഞു? കംസ മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ വന്ന് കാല് കഴുകിച്ച ആളെ അർഘ്യപാദ്യാദികളെല്ലാം കൊടുത്ത് ഫലമൂലാദികൾ ഭുജിക്കാൻ കൊടുത്ത് ആളെ ആ നല്ലൊരു തൽപ്പത്തില്, നല്ലൊരു സിംഹാസനത്തിൽ, നല്ലൊരു ഇരിപ്പിടത്തിൽ അവിടെ ഇരുത്തി കഴിഞ്ഞപ്പം ചോദിച്ചു, എന്തൊക്കെയാ നാരദരേ? അങ്ങനെയല്ലേ നമ്മൾ ഒരാൾ വന്നാൽ എന്താ ചോദിക്കുക? എന്തൊക്കെ ഉണ്ട് വിശേഷം എന്ന് ചോദിക്കൂലേ? കുട്ടികൾ കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞമാര് ചോദിച്ചു, എന്തൊക്കെയാ നാരദരെ ഭൂലോകത്തില് 3 ലോകത്തിലും ഇയാൾക്ക് സഞ്ചരിക്കാനുള്ളതുണ്ട്, ത്രിലോകങ്ങളിലുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് പറയൂ എന്ന് പറഞ്ഞു കംസ മഹാരാജാവ്. എന്തൊക്കെ വിശേഷങ്ങളാ നാട്ടിൽ നടക്കണ വെച്ചാ അതൊന്ന് പറയൂ എന്ന് പറഞ്ഞു. കേട്ടോ കുട്ടികളെ? അങ്ങനെയല്ലേ നമ്മൾ ചോദിക്കുക. അപ്പൊ ഒരാൾ വന്നാ എന്തൊക്കെ ഉണ്ട് ഇപ്പൊ നാട്ടിൽ വിശേഷം, അല്ലെ വില്ലത്ത് എന്തൊക്കെ വിശേഷമുണ്ട്, വീട്ടിലെന്തൊക്കെ ഉണ്ട് എന്നൊക്കെ ചോദിക്കാറില്ലേ? എന്ന മാതിരി ചോദിച്ചു, എന്തൊക്കെ ഉണ്ട്. അപ്പം കേട്ടോ, ഞാൻ ഇപ്പൊ എവിടുന്നാ വരുന്നതെന്ന് അറിയോ? ഗോകുലത്തുനിന്നാണ്. അവിടെ ഇന്നലെ എങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് ഏത് സംഭവം വിവരിച്ചു കൊടുത്തു? ആ അരിഷ്ടാസുരനെ വധിച്ചത്. അപ്പം കുറേ അസുരന്മാരെ അതിലേ കംസ മഹാരാജാവ് ഇങ്ങനെ പറഞ്ഞയക്കുന്നു. എൻ്റെ സംശയത്തില്, എൻ്റെ ലക്ഷ്യത്തിൽ എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ? വേറെ ആരും അല്ല, നന്ദനന്ദനൊന്നും അല്ല അവിടെ ഉള്ളത്. എല്ലാരും പറയുന്നുണ്ട് നന്ദനന്ദനാണ്, നന്ദന്റെ പുത്രനായിട്ടുള്ള കണ്ണനാണ് ഇത് ചെയ്യുന്നതെന്നാണ്. എനിക്ക് ഇതൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോ ഈ അരിഷ്ടാസുരനെയൊക്കെ ഇങ്ങനെ വധിക്കണതും, പിന്നെ അതിൻ്റെ മുമ്പ് എത്ര അസുരന്മാർ നിങ്ങൾക്കറിയില്ലേ? ഞാൻ തുടക്കം തൊട്ട് എത്ര അസുരന്മാരെ കാര്യം പറഞ്ഞു തന്നു ഇല്ലേ? അഘാസുരൻ, ചകടാസുരൻ, ഓർമ്മ ഉണ്ടോ കുട്ടികൾക്ക്? പിന്നെയോ കുട്ടിയാകുമ്പം തന്നെ പൂതന ഇല്ലേ? പൂതന ഉണ്ണിക്കണ്ണനെ മുല കൊടുത്ത് കൊല്ലാച്ച് വന്നില്ലേ? മുലവ് വിഷം പുരട്ടിയിട്ട് ഏതൊക്കെ രൂപത്തിൽ വന്നു. പിന്നെ കാറ്റായി വന്നു ഇല്ലേ? കാറ്റിന്റെ രൂപത്തിൽ തൃണാവർത്തൻ, ഇങ്ങനെയുള്ള പല അസുരന്മാരെയും നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞയച്ചില്ലേ എൻ്റെ മഹാരാജാവേ? ആ അസുരന്മാരെയൊക്കെ വധിച്ചത് ആരാറു? ഈ നന്ദനന്ദനാ. എൻ്റെ അഭിപ്രായത്തിലേ, അതിനല്ലേ നമ്മൾ പറയാ ഓരോ കാര്യം പറയുമ്പോൾ നമ്മളുടെ അഭിപ്രായത്തിലേ എന്ന് പറയില്ലേ? എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം നന്ദനന്ദനൊന്നും അല്ല. പിന്നെയോ? അപ്പൊ കംസൻ ചോദിച്ചു, പിന്നെയോ? എൻ്റെ അഭിപ്രായത്തിൽ അത് നന്ദനന്ദനല്ല, അത് ദേവകി വസുദേവന്മാരുടെ 8ാമത്തെ പുത്രനാണ് എന്നാണ് എൻ്റെ കാഴ്ചപ്രകാരം എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് ആര് പറഞ്ഞു? നമ്മളെ നാരദ മഹാമുനി ആരോട് പറഞ്ഞു കൊടുത്തു? നമ്മളുടെ കംസ മഹാരാജാവിനോട്. അപ്പൊ കംസനും, ഒരാൾ നമ്മളവിടെ ഒരു കാര്യം പറയുമ്പോൾ നമ്മളും പറയില്ലേ, എനിക്കും കുറച്ച് ദിവസമായിട്ട് അങ്ങനെ തോന്നായിക ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്കും തോന്നിയിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ കംസന്റെ അടുത്ത് ഈ ഉണ്ണിക്കണ്ണന്റെ ഗുണഗണങ്ങളും അവിടെ നടന്ന സംഭവങ്ങളും ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ആര്? നമ്മുടെ നാരദമുനി അവിടെ ഇരിക്കട്ടെ കേട്ടോ കുട്ടികളെ.